ഗൈസ്. അപ്പൊ ഇന്ന് ബന്ധൊക്കെ ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ല. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്താ കഴിക്കാന്ന് പോയി നോക്കാം. റാണി ഇവിടെ ദോശ കഴിക്കാനല്ലേ, ഇത് റാണി ദോശയൊക്കെ കഴിക്കുന്നത്. ദോശയും ചട്നിയും ചമ്മന്തിയാണ്. അമ്മ ദോശ കഴിക്കണ്ടല്ലേ? ഇന്ന് ഉച്ചക്ക് എന്താ അമ്മ ഉണ്ടാക്കണേ? ആ മറ്റേതില്ല, അമ്മ അച്ഛനൊക്കെ ഇങ്ങനെ എല്ലിലേക്ക് വാട്ടി കൊടുക്കില്ല ഇങ്ങനെ, അതെന്താ പറയാ? അതുണ്ടാക്കി തരണ്ടാ? എല്ലാരും ഇല്ലേ പ്ലീസ് ഗൈസ്. അപ്പൊ അമ്മ ഉച്ചയ്ക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചട്നി ചമ്മന്തി, എനിക്ക് ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം ചട്നിയേക്കാള്, അതുകൊണ്ട് ചമ്മന്തി എടുക്കണം. നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. റാണിയുടെ കഴിച്ച് കഴിയാറായി, ഞാൻ ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത്. ദോശ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി. അടിപൊളിയായിട്ട് ദോശ. അപ്പൊ നിങ്ങൾക്ക് ഏതാ ചട്നിയാണോ ചമ്മന്തിയാണോ ഇഷ്ടം, നിങ്ങൾ കമന്റ് ചെയ്യാ ഗായ്സ്. അപ്പൊ ഞാൻ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് ചെറിയ ജലദോഷം തൊണ്ടവേനൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് കൈയും കാലൊക്കെ മുഖം കഴുകി നിൽക്കുകയാണ്. എന്നത് പറഞ്ഞാൽ ഇപ്പൊ മഴക്കാലമൊക്കെ ഇല്ല, അപ്പൊ പെട്ടെന്ന് എനിക്ക് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് പറഞ്ഞാൽ അമ്മയെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. എല്ലാ കാര്യത്തിലും നമുക്കൊരു അറിവ് വേണമല്ലോ. അപ്പൊ അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അമ്മ വെളുത്തുള്ളിന്റെ തോല് കളഞ്ഞോണ്ടിരിക്കുകയാണ് അതിന്റെ. അപ്പൊ അമ്മ എന്താ ചെയ്യണേ? അടുത്ത് എന്താ ചെയ്യാൻ പോണത്? ഞാൻ തന്നെ സഹായിക്കണം. ശരി, കഴിഞ്ഞില്ലേ ഇതിപ്പോ? നീ എവിടെ വെളുത്തുള്ളി? എവിടെ ഗായ്സ്? അപ്പൊ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മ എന്തുണ്ടാക്കാനാണ് ഈ വെളുത്തുള്ളി തൊലിക്കണേ? വെളുത്തുള്ളി മൂടി വരച്ചാലും മീൻ വറക്കണം. എന്തൊക്കെയാ അമ്മ പൊതിച്ചോറിലിരുന്നത്? ഒഴിക്കാൻ മോര് കറി, ഒരു കാച്ചിയത് കറിയല്ല, മോര് കറി കാച്ചിയതാണ് ഗൈസ്. മീൻ വറുത്തത്, മീനും വറുത്തത്, മുട്ട വറുത്തത്. പക്ഷെ അച്ഛന് കുറച്ചല്ലേ കോഴിക്കോട് ദിവസം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യം പ്രത്യേകിച്ച് അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കി തായോ പറഞ്ഞപ്പോ എല്ലാ ഡിഷുകളും ഉണ്ടാക്കില്ലേ. അച്ഛനൊക്കെ നോക്കിച്ചിരിക്കുന്നു. അയ്യോ എപ്പോഴും അച്ഛനത് ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോ അച്ഛനൊരു പിന്നെന്താണ് ചമ്മന്തി, പിന്നെ അച്ചാറുണ്ടായിരുന്നു. മാങ്ങയില്ല എന്നാലും ഞാൻ അച്ചാറാക്കി. മറ്റേ അടമാങ്ങയില്ലേ, അടമാങ്ങയാണ് ഗൈസ്. അടമാങ്ങ അച്ചാറാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നപ്പോ അതിങ്ങനെ കല്ലുപോലിക്കില്ലേ, അത് വെള്ളത്തിലിട്ട് കുതിർത്തു. വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് അടമാങ്ങ നമ്മൾ അച്ചാറുണ്ടാക്കുക ഇവിടെ. അടമാങ്ങ അച്ചാറുണ്ടാക്കുക. പിന്നെന്താണ്, പിന്നെ ചമ്മന്തി. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് പൊതിച്ചോറ് കഴിക്കുന്നത്. എനിക്ക് അങ്ങനെ ടേസ്റ്റ് ഒന്നും അധികം അറിയില്ല. പിന്നെ ഉപ്പേരി. എന്ത് ഉപ്പേരിയാണ്? ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ബീട്രൂട്ട് എല്ലാം കുറച്ച് ഉണ്ടാക്കാം. എല്ലാം കൂടി ആവുമ്പോ പെട്ടെന്ന് കഴിക്കാൻ കുറച്ചായിട്ടാണ്. ആദ്യം ഈ വെളുത്തുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകണം. വെളുത്തുള്ളി തൊലിക്കാന് ഗായ്സ്. അതേപോലെ ഇന്ന് ബന്ധൊക്കെ ആയതുകൊണ്ട് ഇന്നലെ ബന്ധ് എന്ന് പറഞ്ഞ ബസ് സമരം ആയിരുന്നു, പക്ഷെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ബസ് സമരം അങ്ങനെയൊക്കെ അടുത്താണ് KCP സ്കൂൾ. അടുത്തൊന്നുമല്ല, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ നടന്നു ഉണ്ടെങ്കിൽ ഞങ്ങള് നടന്നിട്ടൊക്കെ പോവാം. അപ്പൊ രാവിലെ എല്ലാം വൈകിട്ട് വരുമ്പോ നടന്നു വരും. രാവിലെ 3 ബസ്സിന് പോകും. രാവിലെ അങ്ങനെയല്ല, എല്ലാ കൂട്ടുകാരികളൊക്കെ കുറെ ഫ്രണ്ട്സ്, ഇവിടെയുള്ള ഫ്രണ്ട്സുകളൊക്കെ പോവാൻ. ദീപ ചേച്ചിയൊക്കെ ഉണ്ടാവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവളുടെ വീട് വേറെ സ്ഥലത്തല്ലേ.
എന്തിനാ ബസ് സമരം ഇതാക്കണേ? ചിലപ്പോ ബസ് ചാർജ് കൂട്ടണം, ചിലപ്പോ പെട്രോളിന്റെ വില കൂടുതലൊക്കെ പറയാം. അപ്പോഴൊക്കെ തേങ്ങ തരാൻ പോവാണ്. അമ്മ തേങ്ങ തരാൻ പോവാണ്. എന്തിനാ തേങ്ങ തരുമ്പോൾ എന്തിലിടാനാണ്? ചമ്മന്തിക്ക് പോണം. ചമ്മന്തിക്ക്, നമ്മളെ ചോറിന് കഴിക്കാനുള്ള ചമ്മന്തിക്ക്. പിന്നെ അതിന് മാത്രം തന്നെ മോരില്ല. ചമ്മന്തിക്ക് പിന്നെ ഉപ്പേരിക്ക്, ബീട്രൂട്ട് ഉപ്പേരിക്ക്. ബീട്രൂട്ട് ഉപ്പേരിക്കും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ തരുന്നത്. ഈ ഉള്ളി തൊലിച്ച് കഴിയാറായി. അതിന് കൂടെ വെക്കാനോ? ഇത് വെച്ചാൽ ഇത്തിരി ഇഞ്ചി തരണ്ട്. ഇഞ്ചിയോ? അമ്മ തരണ്ട. എനിക്കതില്ല തൊലിയേക്ക് പോലെ നിറയെ വേണം തേങ്ങ. ഉപ്പേരിക്ക് നിറച്ച് 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 തേങ്ങ ഇടണം ഗൈസ്. ലാസ്റ്റത്തെ വെളുത്തുള്ളിയാണ് എന്നെ തൊലിച്ച് കഴിയാറായി. അമ്മ അങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞു. അമ്മ നെച്ചു പൊടി ശബ്ദം കേൾക്കാൻ എനിക്ക് ഓർമ്മ വന്നു. നെച്ച് ഉറങ്ങി ആദ്യേ. റാണി സമയം ഇതൊക്കെ നീ പറഞ്ഞതൊക്കെ ഉണ്ടാക്കണമെന്ന് കുട്ടിനെ നോക്കണ്ടേ? ഇല്ലെങ്കിൽ റാണി ഈ സമയം ആകുമ്പോ കുട്ടീനെയും കൊണ്ട് കളിക്കാൻ പോവാണ്. റാണി എവിടെ? റാണി ഉള്ളപ്പോ ഹോബി ചെയ്യണ്ടാവും. വെട്ടിക്കൂട്ടി പേപ്പറുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഓരോന്നങ്ങനെ വെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള അവർക്ക്. ഇനി എന്താ ചെയ്യണ്ട? അമ്മ ഇനി എന്തെങ്കിലും സഹായിക്കണം? സഹായിക്കുന്നു വേണ്ട. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണ? തേങ്ങ ചെലവ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ? ബീട്രൂട്ട് അരിഞ്ഞ് ഉപ്പേരി വയ്ക്കും. ഗൈസ് ഇനി ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ പോവാണ്. അതിന് മറ്റേ ഇത്തിരി തൊലിയൊക്കെ കളയണ്ടേ ബീട്രൂട്ടിന്റെ? ഈ സാധനം കളയാൻ മുളത്തേക്ക് കളയണ്ടേ? അതൊക്കെ കളയാം. ഇതൊരു പാത്രത്തിലാക്കും. ഇതിലിടട്ടെ. ഗൈസ് തൊലിച്ച വെളുത്തുള്ളി നമുക്കൊരു പാത്രത്തിൽ ഇടാം. വെളുത്തുള്ളി കഴുകുമോ? വെളുത്തുള്ളിയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വെക്കാം. ബീട്രൂട്ട് ഉപ്പേരിക്ക് അമ്മ അതാ മുറിക്കാൻ ബീട്രൂട്ട് മുറിച്ചോണ്ടിരിക്കുക. അതാ മറ്റേ തൊഴിക്കൊണ്ടിരിക്കുകയാണ് കത്തിക്കൊണ്ട്. ഞാനെനിക്കിട്ട് പൊട്ടിച്ചു. അവളെ നിക്കോ ഉണ്ടാക്കി നിക്കോ ചെയ്യാൻ അവളുടെ റൂമിൽ വാലടിച്ചിരിക്കുകയാണ്. ആരും കാണണ്ട പറ്റ്. ഇതെല്ലാം കഴിയുമ്പോൾ എത്ര സമയത്ത് കുറേ സമയം എടുക്കുമോ? ഗായ്സ് അപ്പൊ ബീട്രൂട്ടൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇതാ ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് ഇതാ സെറ്റ് ആക്കാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചിട്ട് വേവാൻ വേണ്ടിട്ട്. അപ്പൊ അമ്മ അവിടെ വെളുത്തുള്ളി നമ്മൾ തൊലിച്ച വെളുത്തുള്ളി ചതക്കിയാണ്. എന്തിനാ അമ്മ ചതക്കണേ? മീൻ വറക്കുന്നതിൽ ഇടാനാണ്. ഈ ഇടയ്ക്ക് ഇപ്പൊ മീൻ അധികം ഇവിടെ മേടിച്ചിതാക്കാനൊന്നുമില്ല, മേടിച്ച് വറക്കാറൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് കപ്പൽ പറഞ്ഞതുകൊണ്ട് ന്യൂസ് ഉണ്ടായിരുന്നില്ലേ. ഇതിപ്പോ അപ്പാപ്പ പുഴയിൽ നിന്ന് പിടിച്ച മീനാണ്. ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവന്നതാണ്. അപ്പൊ അതാണ് വറക്കണത് കേട്ടോ. ഇനിയിപ്പോ മീനിൽ ഇനിയിപ്പോ ഈ വെളുത്തുള്ളിയൊക്കെ ഇതാക്കി നമ്മള് മുളക് തിരുമ്പാൻ പോവാണ്. മസാലയൊക്കെ പരത്താൻ പോവാണ് മീനില്. അല്ലേ അമ്മ? മസാല പരത്തി വെക്കുക. മസാല പരത്തി പിടിക്കാൻ വേണ്ടി വെക്കുകയാണ്. ബീട്രൂട്ട് അവിടെ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരച്ചു വെക്കും. എന്താ അതല്ലേ ബീട്രൂട്ട് ഉപ്പേരി അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞത് ആയിക്കോളും വെച്ചിട്ടാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. മുളക് പൊടിയില് ഒരു സ്പൂൺ മുളക് പൊടി. മഞ്ഞപ്പൊടി എത്ര ഇട്ടമ്മ? കുറച്ച്. എത്ര സ്പൂൺ? എത്ര? 3 സ്പൂൺ മുളക് പൊടിയാ? അല്ല, 1 സ്പൂൺ മുളക് പൊടി. 1 സ്പൂൺ മുളക് പൊടി. പിന്നെ ഇത്രയും കൂടി പറയാം. ഇത്രയും കൂടി പറഞ്ഞു. എന്താ കളയാ? എന്താ കളയാ? മീൻ വൃത്തിയാക്കിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്പി കൊണ്ടുപോകാം. കഴുകി വെക്കും. കഴുകി എടുക്കുകയാണെങ്കിൽ എന്ത് മീനാണോ അത്? പുഴമീനാണ് പറഞ്ഞത് ഗൈസ്.
ഇതിലിടല്ലേ ഇത് ഉപ്പല്ലേ ഗൈസ്, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മസാല സെറ്റ് ആക്കുകയാണ്. അത് നന്നായി മിക്സ് ആക്കിയിട്ട് ഇത്തിരി വെള്ളം നോക്കുന്നേ. എന്നിട്ട് മസാല മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് മീൻ ഇടാൻ പോലെ മീനിലേക്ക് മസാല ഇങ്ങനെ ഇതാക്കാം, മിക്സ് ആക്കി സെറ്റ് ആക്കാൻ പോണ്. നന്നായി ഇതാക്കണം. ഇതിന്റെ എത്ര സമയം വെക്കണം? കുറെ സമയം വെക്കണം. കുറച്ച് നേരം. നമ്മുടെ പണികളൊക്കെ ശരിയാവും. അപ്പൊ ഇതിനെടുത്ത് പാത്രത്തില്ല ചട്ടി വർക്കാണല്ലേ ചെയ്യുന്നത്. ഞാൻ ഇത് മീൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എടുത്ത് എന്താ ചെയ്യാമോ? മീൻ മസാല വെച്ചിട്ട് മീനിന്റെ മസാല വെച്ചിട്ട് ഉപ്പേരി വെള്ളം ഇത് ഒഴിച്ചിട്ടല്ലേ? വേറെ എന്തെങ്കിലും ഇട്ടുണ്ടോ? എന്നിട്ടാണ് നമ്മൾ അതിൽ ചെയ്യാൻ പോകുന്നത്. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചമ്മന്തി റെഡിയാക്കാം. ഇനി നമ്മൾ ചുട്ടരച്ച ചമ്മന്തി റെഡിയാക്കാൻ പോവാണ്. കുറച്ച് നേരത്തെ അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. അപ്പൊ അടുപ്പിൽ ചൂടായിരുന്നു. വെളിയിൽ അടുപ്പിടിച്ചറിയത് ഗ്യാസിൽ വറക്കാം. ഗ്യാസിലാണ് വറക്കുന്നത്. അടുപ്പിലെ തീയൊക്കെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഈ ബാക്കി കൊടുത്തൂടെ? ഇനി മോര് കാച്ചാണ് എടുക്കുന്നത്. മോര് മാത്രം ലാസ്റ്റാണ് കാച്ചേണ്ടത് കേട്ടോ, ചൂടോടെ. കാരണം ഇതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആവില്ലേ. പക്ഷെ മോര് മാത്രം ലാസ്റ്റ് കാച്ചിട്ട് ആ ചൂടോടെ കാട്ടി കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കും. ലാസ്റ്റ് ആണ് ഇപ്പൊ എല്ലി പാട്ടുള്ളത്. മോരപ്പ് ലാസ്റ്റ് പോയിട്ടില്ല. വഴനല്ലേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കത്തിയോടെ ചുട്ട് ചമ്മന്തി വെക്കാനാ? ചമ്മന്തി വറക്കാൻ ഇതാണോ? അല്ലെങ്കിൽ ചെറുതോ? ചീഞ്ചട്ടിൽ എണ്ണയാക്കി ഗൈസ്. ഇതിൽ എണ്ണയൊക്കെ വെച്ചിരിക്കുകയാണ് ഗൈസ്. ഒന്ന് വറക്കാനൊക്കെ ആയിട്ട് ഇതാക്കാൻ എണ്ണ മാറ്റാൻ വേണ്ടിട്ട്. കയ്യിലിട്ടമ്മ കയ്യിലിട്ടോ മാറ്റാൻ വേണ്ട. എണ്ണ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. മാറ്റി എണ്ണ. ഇതില് എന്താ ചുട്ട ചമ്മന്തി ആക്കുമ്പോ എണ്ണ കിട്ടണോ? എണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഗൈസ് അപ്പൊ ചുട്ട ചമ്മന്തി ഇതാക്കാൻ വേണ്ടിട്ട് നമ്മളതിലേക്ക് വറുത്തരച്ച ചമ്മന്തി ഗൈസ്. കല്ലില്ലാത്തോണ്ട് ചുട്ടരച്ച ചമ്മന്തി പറഞ്ഞോളൂ. അതിലേക്ക് തേങ്ങ അരച്ച് വറുത്താക്കി എടുക്കുന്നത്. ചെറിയ തേങ്ങ ഇത് വറകി എടുക്കണ്ടേ? വറകണ്ടേ അമ്മ? ഞാൻ പിന്നീട് പറയുമ്പോ റാണി പിന്നീട് എഴുതാൻ തുടങ്ങി ഗൈസ്. വീട്ടിലിരിക്കുമ്പോൾ കളിക്കാൻ ഇടയ്ക്ക് കറിവേപ്പില ഇട്ടുണ്ട് ഗൈസ്. പിന്നെ ഇളക്കണ്ടേ അത്? ഇത് കപ്പലമുളക്. എത്ര മുളകുണ്ട് ഏകദേശം? കപ്പലമുളക് കുറച്ച് ഒരു 5-6 കപ്പലമുളക് ഇട്ട് കൊടുക്കണം. നെട്ട് പൊട്ടിക്കണം അല്ലേ? കപ്പലമുളകിന്റെ നെട്ട് പൊട്ടിച്ചിട്ട് 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. നമ്മളുടെ ചമ്മന്തി വറുത്തരച്ച ചമ്മന്തി ആക്കാനായിട്ട്. ഇനി എന്തെങ്കിലും കൂടെ ഉള്ളു അതിലേക്ക്? ഇനി ഇടണം. ഇനി എന്താ വതകണ്ടേ? എന്നിട്ടല്ലേ നന്നായി ഒന്ന് വതക്കി വരണം ഗൈസ്. എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇഞ്ചി എടുക്കണം. ഇഞ്ചി ഇവിടെ ഉണ്ടോ? ഇത്ര മതിയമ്മ? കുറച്ച് കൂടുതലത്തെ ചമ്മന്തിന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ്. ഇഞ്ചി ചമ്മന്തിയോ? ഇഞ്ചി ചമ്മന്തി ആവാതിരിക്കും കുറച്ച് ഇഞ്ചിന. ഇത്രയുണ്ടോ?
ഇഞ്ചി കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. ഇതൊന്നും നന്നായി വതക്കട്ടെ ഗൈസ്. മല്ലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലേശം മല്ലിപ്പൊടി ഇടാം. മല്ലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ഇടാം. എത്രയുണ്ട് മല്ലിപ്പൊടി? കുറച്ച് മല്ലിപ്പൊടി ഇടാം. മുളക്, മല്ലി, ഇഞ്ചി, കറിവേപ്പില ഇടാം. ഇതെല്ലാം കൂടിയാണ് ഉള്ളത്. നന്നായി മിക്സ്. ഞാൻ ഇടുന്ന പൊടി ഇനി പൊടി ഇടില്ല. മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഗൈസ്. പിന്നെന്താ ഇത്തിരി പരിപ്പ്. പരിപ്പോ ഗൈസ്, ഇതിലേക്ക് ഇച്ചിരി പരിപ്പ്, ഇച്ചിരി മല്ലി വെച്ച് മണം വെച്ചപ്പോ തന്നെ വരകിയിട്ട് ഞാനെനിക്ക് കുറച്ച് ജീരകം ഉണ്ടെന്ന് പറയുന്നത്. ജീരകം ഇച്ചിരി മതി. കുറച്ച് ജീരകം കൂടെ നന്നായി ഇളക്കിയിട്ടുണ്ട് ഗൈസ്. ലേശം മുതരയാ, ലേശം മുതര ഇടുന്നുണ്ട്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇടുന്നോ? മതി. പുളി ഇടണം ലാസ്റ്റ്. പുളി ഇത് വറുത്ത് കഴിഞ്ഞിട്ട് പുളിയും വേറൊരു ഇതും കൂടെ കാണിച്ചു തരാം. സർപ്രൈസ് ആണ്. പുളി ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ് അല്ല ഇതായിട്ട് ഉണ്ടാക്കി. പുളി പിഴിഞ്ഞിട്ടല്ല ഗൈസ്, ഇങ്ങനെ ഉണ്ട പോലെ. ഇത് ചൂടാറണം ഗൈസ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഏകദേശം ആയിട്ടുണ്ട്. നാരങ്ങ എവിടെയാണ് നാരങ്ങ? തോട്ടപ്പുളി, ആ ചെറു തോട്ടപ്പുളി ഗൈസ്. അപ്പോൾ നാരങ്ങ വെച്ചിട്ട് വരാം. താഴെ പേരൊക്കെ സുന്ദരിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. സ്വന്തം എഴുതിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മ ഇതാ ഇച്ചിരി ആവുമ്പോ അല്ലാത്തതും ഉണ്ട് കേട്ടോ. നീ അറിയാണ്ട് പഠിച്ചതാണ്. കഴുകണ്ടിനി നാരങ്ങ എല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കൈ തട്ടൂട്ടാണേ. ഹോബിയാണിങ്ങനെ നാരങ്ങളുണ്ടെങ്കിൽ നാരങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോ ഉണ്ടാക്കി തരും. അമ്മ എനിക്ക് നമ്മള് 11 മണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മള് ചായയൊക്കെ വെക്കണതല്ലോ. ചായ ഒന്നും ഇല്ലേ? ചായ ഉണ്ടാക്കും. ഇത് നന്നായി കഴുകിയിട്ട് ഇതിലിടും. ഇനി നന്നായി ഉണ്ടാക്കാം. ഇത്ര പോലെ ഇതിലല്ലേ? ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ അമ്മ ചായയൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അമ്മയ്ക്കിപ്പോ ഡെയിലി 11 മണി ചായ വേണം. ഇപ്പൊ ഞങ്ങൾ ഇല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ അമ്മ ഇപ്പൊ ചായയൊക്കെ വെക്കുന്ന 11 മണിക്ക് എല്ലാ ദിവസവും. അപ്പൊ മാമയ്ക്കും ഇതുപോലെ ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുള്ളപ്പോ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റില്ലല്ലോ, സ്കൂളിൽ പോകുമ്പോൾ ചായ. അപ്പൊ ശനി ഞായറൊക്കെ എല്ലാ ദിവസവും 11 മണിയാകുമ്പോ ഞങ്ങൾക്ക് ചായ മസ്റ്റാണ്. ഇപ്പൊ ബീട്രൂട്ട് ഉപ്പേരി ആയോ? എന്താ ഇട്ടതിലേക്ക് അച്ഛൻ വന്നു ഗൈസ്. എന്ത് മുറിക്കാൻ പറ്റില്ല. ശരി, അവർക്ക് ഇത്തിരി മുറിച്ചു കൊടുക്കാം. ആൾക്കാർ സമാധാനമാവട്ടെ. എന്തിനാണ് സമ്മതം? നാരങ്ങ വെള്ളത്തിനാ സർബത്ത് കലക്കാൻ. ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ കലക്കാൻ വേണ്ടി സർബത്തൊക്കെ റാണി ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. ഞങ്ങൾ ഇടയ്ക്ക് എന്താ പറഞ്ഞാൽ അങ്ങനെ കുടിക്കില്ല. റാണിയാണ് മെയിനായിട്ട്. അച്ഛൻ വന്നു ഗൈസ്. അച്ഛൻ കുറച്ച് അവിടെ പോയത് അച്ഛാ കല്ലേപ്പുള്ളിയൊക്കെ പോയത്. കല്ലേപ്പുള്ളി പോയി വന്നു അച്ഛൻ. പാടത്തേക്കാണ് പോയത്. ഇപ്പൊ ഞാറ് നടലൊക്കെ ആയിട്ട് പാടത്തേക്ക് നോക്കാൻ പോയതാണ് അച്ഛൻ. നാരങ്ങ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. റാണിക്ക് കുറച്ച് ആശ്വാസമായി. അമ്മ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഇല്ലേ? ബീട്രൂട്ട് ഉപ്പേരി ഇടാ. തേങ്ങ ചിരകിയത് ഇടാൻ പോകുന്നത്. തേങ്ങ ചിരകിയത് ബീട്രൂട്ട് ഉപ്പേരി കിട്ടും. കറിവേപ്പില ഇട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. കറിവേപ്പില അല്ലെ? വെള്ളം വറ്റിയപ്പോഴാണ് ഇട്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് നന്നായിട്ട് മിക്സ് ആക്കണം. നല്ല ഭംഗിയായിരുന്നു ബീട്രൂട്ട് ഉപ്പേരി. ആ തേങ്ങ വെള്ള തേങ്ങ തേങ്ങയുടെ ചുവന്ന കളറും മഞ്ഞ കളറും
ഒരു ഷെയ്ഡായി. ഇനി ഇത് കഴിഞ്ഞേ നിർത്തരുത്. ബീട്രൂട്ട് ഉപ്പേരി ആയി ഗായ്സ്. ഇനി അടുത്ത് തന്നെ മോളെ. ഇനി അടുത്തത് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി അരയ്ക്കാം. വറുത്തരച്ച ചമ്മന്തി നമ്മൾ അരയ്ക്കാൻ പോണേ. ചൂടാറില്ലേ? ചമ്മന്തി അരയ്ക്കാം. ഇവിടെ എന്തൊക്കെയോ ചെയ്യണ്ട. അടുക്കളയൊക്കെ അലങ്കോലം ആക്കേണ്ടി റാണി. എന്തൊക്കെ ചെയ്യണിച്ച് വയ്യത് കാണാൻ. അടുത്ത് എന്ത് ചെയ്യാൻ പോണേ? ഇനി ഇതിപ്പോ അരടി ഉണ്ടായില്ല. മിക്സി എന്താ എടുക്കണേ? പുളി ആപ്പിളെ പറഞ്ഞിങ്ങനെ ഉണ്ടപ്പുളിയാണ് ഇടുന്നത്. മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കുക. ഉണ്ടപ്പുളി ഇട്ടിട്ടാണ് ഇത് അരയ്ക്കുക. ചൂടായി വന്നിട്ടുണ്ട്. പണി തുടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയാണോ? അമ്മയ്ക്ക് വേണം മസാലത്തോളം. അയ്യോ വേണ്ട, കുട്ടി കുടിച്ചോ. നീ സ്വന്തമായി ഉണ്ടാക്കി കുടിച്ചോളാണ്. ഞങ്ങൾ ചായ കുടിക്കാം കുറച്ചായിട്ട്. അമ്മ മാമയ്ക്ക് വേണം. മാമയ്ക്ക് വേണമെന്ന്. എത്ര നാരങ്ങ പിഞ്ഞൂറാണി? രണ്ട് വെള്ളം ഒഴിക്കില്ലേ? ഒഴിക്കാം. തണുത്ത വെള്ളം ഒഴിക്കണേ. മഴക്കാലമാണ്. തണുത്ത വെള്ളം ഒഴിച്ച് അമ്മടെ ചീത്ത കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മള് ചീഞ്ചട്ടി വതക്കിയതൊക്കെ ചൂടാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മ അതിലേക്ക് നെല്ലിക്ക് ഉപ്പിലിട്ട നെല്ലിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടപ്പുളി ഇട്ടിട്ടുണ്ട്. നമുക്കത് അരച്ചെടുക്കാൻ പോണം. അമ്മ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാൻ പോണേ. എന്ത് ചമ്മന്തിയാണ് നമ്മൾ റെഡിയാക്കണേ? എല്ലാം കൂടെ സ്പെഷ്യലായിട്ട് ചമ്മന്തി വെള്ളം ഇട്ടിട്ടുണ്ടല്ലോ. അധികം വെള്ളം ഒഴിക്കാൻ പറ്റില്ല. കുറച്ചേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. കാണിച്ചു തരാം കേട്ടോ. അരച്ചെടുക്കണം നന്നായിട്ട്. കുറച്ച് വെള്ളം കഴിച്ചിട്ടുണ്ട്. ആണ് കുപ്പി ഗ്ലാസ് ഒക്കെ എടുത്തിരിക്കണം. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരയാൻ മാത്രമുള്ള വെള്ളം. അറിയാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇത് മിക്സിയിലായതുകൊണ്ടാണ്. അമ്മ കല്ലില് ആക്കുമ്പോ വെള്ളമേ ഒഴിക്കാണ്ട് അങ്ങനെയാണ് അരയ്ക്കുക. വെള്ളമില്ല എന്താന്ന് പറഞ്ഞാൽ മിക്സിയിൽ അരിയില്ല. വെള്ളമില്ലാണ്ടായാല് ആളിയുടെ സർബത്തൊക്കെ കലക്കി കഴിഞ്ഞു. റാണിയുടെ ചമ്മന്തി സോറി റാണിയുടെ സർബത്തൊക്കെ റെഡി. മാമി റാണി കൂടെ സർബത്തൊക്കെ കുടിക്കണേ. എനിക്ക് എവിടുന്നാണ്? നീയല്ലേ ഇപ്പൊ പറഞ്ഞാണ് എന്നാലും നീ ശരി ശരി. മാമ പനയല്ലേ കൊടുക്കണ്ട ആദ്യം. ഓഹോ മാമയുടെ ക്ലാസ് ഈ കുപ്പി ഗ്ലാസ് ഇപ്പൊ തന്നെ എടുത്ത് മേലെ കയറ്റി വയ്ക്കുവാനെ. ഗ്ലാസ് കഴിഞ്ഞ് ഇവിടെ അടിച്ചു വെക്കാം. കുപ്പി ഗ്ലാസ് പൊട്ടിക്കും. റാണയുടെ മെയിൻ ഹോബിയാണ് കുപ്പി ഗ്ലാസ് പൊട്ടിക്കുക. ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. അതുകൊണ്ട് അമ്മ അധികം ഇവിടെ എടുക്കാനില്ല. അല്ല 2 പ്രാവശ്യം നോക്കട്ടെ. നമ്മൾ 2 പ്രാവശ്യം പൊട്ടിച്ചിട്ടാണ്. ഞാനിത് നോക്കിയാ പറയാം. നോക്കട്ടെ. തുറന്നു തരും. എനിക്കിത് അടിപൊളിയായിട്ട് ചോറിന്റെ കൂടെ ഫുഡ് കുടിക്കണം. ഇത് ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് ആക്കാം. അച്ഛന് വേണമെന്ന്
അങ്ങനെ ടൈറ്റ് ആയിട്ട് ഇതിനേക്കാളും ടൈറ്റ് ആവണം. വെള്ളം ഒഴിച്ചതില് കുറച്ച് നന്നായി ടൈറ്റ് തിക്കായി ഇതാവണല്ലേ. അപ്പൊ തന്നെ ഒരു ഇതുണ്ട് നല്ലൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഗായ്സ്. അടുത്ത എന്താ ചെയ്യാൻ പറയുക? ഇനി അമ്മ സർവത്ത് പിന്നെ എനിക്ക് വേണ്ട. അയ്യോ സർബത്ത് ഉണ്ടാക്കാന്നാണ് ഞാൻ പിന്നെ കാര്യം സർബത്ത് ആദിക്കോ ഉണ്ടാക്കിയല്ലേ ചോദിച്ചതല്ലേ സ്നേഹത്തോടെ. നിർബന്ധമില്ല. പിന്നെ ഉണ്ടാക്കിക്കോറാണ് ഗായ്സ്. അപ്പൊ ബീട്രൂട്ട് ഉപ്പേരി റെഡിയായി, ചമ്മന്തി റെഡിയായി. ഇപ്പൊ മീൻ പൊരിക്കാൻ അല്ലെങ്കിൽ വറക്കാൻ പോവാണ്. വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് പോണം, ചൂടായിട്ട് പോയിട്ട്. എണ്ണ ഒഴിക്കണ്ടേ അമ്മ? കത്തി മീനോട് ഞാൻ കണ്ടില്ലേ, കത്തി കൊണ്ട് ഇതാക്കണ്ട. നമ്മ കൊടുത്തേരും കേട്ടാ, നമ്മ മുറിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിടും. അത് വീടുന്നാണ് കുറച്ച് പോരെ. മഴ കൊണ്ടിട്ടൊന്നുമില്ല കേട്ടോ, അന്ന് ഞാൻ വേറെ മഴ കൊണ്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചു ഗായ്സ്. വെള്ളം പറ്റിയപ്പോ എനിക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എണ്ണ ചൂടാവുമ്പോഴേ മീനിടുക. അയ്യടാ നാളെ ജലദോഷം. നാളെ സ്കൂളുണ്ട്, സ്കൂളിൽ പോകണം. എന്നെ നോക്കണ്ട അങ്ങനെ മറ്റേണ്ടാവും ഇരട്ടി പണിയാവും. ഇവിടെ വെറുതെ ഇരിക്കുക, ഇവിടെ വെറുതെ ഇരിക്കും. അവിടെ പോയി റാണിയെ റാണിയെ കൊണ്ട് റാണിയെ വേണം. ചൂടായ എണ്ണയ്ക്ക് മീൻ കൊടുത്തിട്ടുണ്ട്. മീൻ ഇതാക്കിട്ട് എടുത്തില്ല കേട്ടാ. കുറച്ച് മീനുകളോന്ന് ഒറ്റയടിക്കുന്ന ഇറക്കി എടുക്കാം. ഈ ഉള്ളിയല്ലേ ഇങ്ങനെ കഷ്ടം ലാസ്റ്റ് ഇങ്ങനെ ഇതാക്കി വരുന്നതല്ലേ. എനിക്ക് ആ കട്ട ഭയങ്കര ഇഷ്ടമാണ്. ചോദിച്ചില്ല. നന്നായി മുരിക്കുന്നുണ്ട് ഗായ്സ് മീന്. കുറച്ചുകൂടെ വരുന്നിട്ട് വേണം മറിച്ചിടാൻ. നമ്മൾ മറിച്ചിടും ഗായ്സ്. അപ്പൊ മീൻ വറുത്ത് കഴിഞ്ഞു. ഇതപ്പോ മുട്ട വറുക്കുകയാണ്. മുട്ട ഒഴിച്ചു. മുട്ട കുറച്ചേ വറുക്കുന്നുള്ളൂ. മുട്ട അമ്മയ്ക്ക് അച്ഛൻ അമ്മ അങ്ങനെ കഴിക്കില്ല. അച്ഛനും അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് അച്ഛൻ അത്ര ഇഷ്ടമല്ല. ഞാനും റാണി മാത്രമേ അങ്ങനെ കഴിക്കുള്ളൂ മുട്ട. അപ്പൊ അതുകൊണ്ട് കുറച്ചേ വറുക്കുന്നുള്ളൂ. വട്ടത്തിലിങ്ങനെ ഇറക്കിയതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് സെറ്റായിട്ട് മറിച്ചിടുകയാണ്. അത് ചിലക്കുകയാണ് മതിയാണ്. മറിച്ചിടുകയാണ് നന്നായി വട്ടത്തിന് വന്നിട്ടല്ലേ ഗായ്സ്. അപ്പൊ മുട്ട വറുത്ത് കഴിഞ്ഞു. അപ്പൊ മോര് കാച്ചിടാ. മോര് കാച്ചാനുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ മതി. എന്തൊക്കെ ഇട്ടിരിക്കണേ? കുരുമുളക്, ജീരകം, മുളക് പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെന്താ ഇത്രയല്ലേ. പിന്നെ മോരില്ലേ. പിന്നെ മോര് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്ര ഉണ്ടാക്കുന്നത് മോര് കാച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അമ്മ ഞാൻ പോയി ഏലം മുറിച്ചിട്ട് വരട്ടെ. ശരി ശരി, ഞാൻ അച്ഛനോട് മുറിച്ചു തരാൻ പറയും. മുറിക്കാനായിട്ട് ഗായ്സ് ഏലം മുറിക്കണം. നമ്മ ഇത്ര പോലെയല്ല, ബാക്കി പാലിച്ചു ഞാൻ തറക്കം വിളിക്കാം. ഇതോടെ വെക്കേണ്ടത്. നമ്മ നാക്കിലേക്ക് വലിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കറിയൊക്കെ തിളച്ച് തോന്നുന്നു. പോയി നോക്കിട്ട് വരാം. തോന്നുന്നു പാലക്കാട്ടിൽ പോയി മോര് കാച്ചിയത് തിളച്ചിട്ടുണ്ട്. മുട്ട പീസ് പീസാക്കി
4 ഇതാക്കിയിട്ടുണ്ട് പീസ്. ഇനി ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണോ വാട്ടുന്നത്? ഒരു കാശിന്റെ മുകളിൽ വെച്ചിട്ടാണ് എല്ലാം വാട്ടാൻ പോകുന്നത്. കുറച്ച് സമയം പിടിക്കും അല്ലേ വാടാമ്മ? വാടി കഴിഞ്ഞാൽ മേല അപ്പൊ എന്നെ മൂന്നല വാടി 3 കുട്ടികൾക്ക് ഇതോ അത് വെച്ച് കുട്ടിക്കണം. ഇത് ഇതാക്കണില്ലേ? അതാക്കാം. ശരി, വെച്ച് ഒരു ചെറിയ ആദ്യം ചമ്മന്തി ചമ്മന്തി വെച്ച് ഗൈസ്. നമ്മളെ വറുത്തരച്ച ചമ്മന്തിയാണ്. അടുത്തത് മീൻ വറുത്തത് അല്ലേ? മീൻ വറുത്തത്. അടുത്തത് ചോറ് വിളമ്പാട്ടാ. ചോറ് പറഞ്ഞ ഒരു വലിയ ചോറ് വിളമ്പാണ് ആദ്യം. ചോറ് വിളമ്പി. അടുത്തത് ചോറ് വിളമ്പി. അടുത്തത് മുട്ട. ഒരു മുട്ട വറുത്തത് കഷ്ണം. ഒരു മുട്ട വറുത്തത് വെച്ചു. നമുക്ക് മോര് കച്ചിത്. ചൂടോടെ മോര് കച്ചിത്. അതിൽ ഈ വറ്റൽമുളകും ഈ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ പണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി. ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. പോകുന്നതിന് മുമ്പ് കഴിഞ്ഞില്ലേ നമ്മള് നൂല് കെട്ടുണ്ടോ അതില്? നൂല് കെട്ടല് വേറെ വരുന്നത്. മണം പോണതിന് മുമ്പ് നമുക്ക് റബ്ബർ ബാൻഡ് ഇടാ. റബ്ബർ ബാൻഡ് ആണ് കഴിച്ചത്. അച്ഛനെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടേ കൊടുത്തത്. ഗൈസ് ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണ്ടേ ഇതാവാൻ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ചൂടോടെ നമ്മൾ തുറന്നിട്ട് ഇലയുടെ ചൂടും ചോറിന്റെ ചൂടും കൂടെ അടിപൊളിയാക്കണം. അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഗൈസ് പൊതിച്ചോറ് റെഡിയായി. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നമ്മൾ പൊതിച്ചോറ് റെഡി ആയിട്ട് നമുക്ക് തുറക്കാം. വൈകുന്നേരം മുട്ട വറുത്തതൊക്കെ എല്ലാം കൂടെ കുഴച്ച് നമുക്കൊരു പിടി പിടിച്ച് നോക്കാം. കഴിച്ചോക്കട്ടെ. അടിപൊളിയായിട്ട് ഗായ്സ്, ഒരു രക്ഷയില്ല പൊതിച്ചോറ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കാണാം.